എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ടെന്നിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇപ്പോൾ നാം കാണുന്നത് ഒത്തിരി പ്രാധാന്യമുള്ള വാർത്തകളെയെല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ ചാനലിനെ കുറിച്ചും അതിലേക്ക് ചേക്കേറിയ കുറച്ച് ആൾക്കാരെക്കുറിച്ചുമാണ്. ഏറ്റവും കൂടുതൽ വളരെ പ്രധാനമുള്ള വാർത്തകൾ ആയിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. അതിനെല്ലാം ഒരു വിരാമം കൊടുത്ത് പ്രഗത്ഭ ചാനലുകാരും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകാരും ഇപ്പോൾ കേൾക്കുന്നത് ഇത് ഒരു പുതിയ മലയാളം ചാനൽ തുടങ്ങുന്നു, അതിൽ പലരും ചേക്കേറുന്നു, അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ പ്രതിഫലങ്ങളൊക്കെ നേട്ടം കൊയ്യാൻ ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഈ പാർട്ടിക്കാർ എത്രയോ പാർട്ടിക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അത് അവരുടെ ലാഭത്തിന് വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി, അവരുടേതായ ഓരോ കാര്യങ്ങളുണ്ടാകും. ഇവിടെ ആരാണ് സ്വന്തം കാര്യങ്ങൾക്കല്ല പബ്ലിക്കിനെ സേവ് ചെയ്യുന്നത്? ആരുമില്ല. അത് അങ്ങോട്ട് ഏത് ഭാഗത്തെടുത്താലും നമുക്കറിയാം എന്തോരു പ്രധാനപ്പെട്ട വാർത്തകളാണ്. സ്വർണ്ണ കടത്ത്, ആ കള്ളക്കേസ്, ദെൻ ഒരു രാഷ്ട്രീയക്കാരൻ ജയിലിൽ കിടന്ന് ഇപ്പോൾ പുറത്തിറങ്ങി അയാളുടെ MLA പദത്തെക്കുറിച്ച്. ഇതിലേറ്റവും പ്രധാനമായി നാം ലോകത്ത് 140 കോടി ജനങ്ങൾ അറിയേണ്ട ഒരു വലിയൊരു ഡീലാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇതുവരെയായിട്ട് തുറന്നു പറയാത്ത ഈ പ്രധാനമന്ത്രിയും കൂട്ടരെയും കുറിച്ചുള്ള ഒരു വാക്ക് അതുമില്ല. വാർത്തകൾ, അതായത് പ്രധാനപ്പെട്ട ഒത്തിരി വാർത്തകൾ അറിയാനിരിക്കുമ്പോൾ അതിനെല്ലാം മറച്ചു വെച്ച് കണ്ട ആരൊക്കെ എവിടെയോ പരക്കുമ്പോൾ അവർക്ക് ആരൊക്കെ ഏതൊക്കെ ചാനലിൽ ചാടിപ്പോയി. ഇനി അവിടേക്ക് അവരുടെ ഹിസ്റ്ററി, അവരെ കുറിച്ചിട്ടുള്ള വിഷമങ്ങളാണ് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് സംഭവിക്കുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല. ഓരോ ചർച്ചകളിലും ഈ ചാനലുകളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇവരൊക്കെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഈ പുതിയ ചാനലിലും ആ ചാനലിലേക്ക് ചേക്കേറുന്നവരെ കുറിച്ചുമാണ്. കഴിവുള്ളവരെ ആൾക്കാർ എവിടെ ഇരുന്നാലും അവർ കൊണ്ടുപോകും. അവരുടെ കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഇവർ പോയി അവിടെ കയ്യും കാലും പിടിച്ച് പോയവരെന്നല്ലാണ്, അങ്ങനെയല്ല. ഇത്തന്നെ ഈ ഇടയ്ക്ക് ആ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ്റെ മരണം, അതും അങ്ങനെ ഇതിങ്ങനെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ പ്രസ്താവനകളുമായി ഇപ്പോൾ ഉള്ള മന്ത്രിമാർ ഇങ്ങനെ പ്രസ്താവനകളായിട്ട് പത്രത്തിൽ വലിയ പരസ്യം കൊടുത്ത്, കാരണം ഏത് നിമിഷവും ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാം. അതിനു മുമ്പ് ഇവർക്ക് പറയേണ്ടതെല്ലാം അങ്ങ് പറയണം. കാരണം അത് നടന്നാലും നടന്നില്ലെങ്കിലും അങ്ങനെയുള്ള കോലാഹലങ്ങൾ കാണിക്കുമ്പോൾ അതിൽ വിഡ്ഢികളാകാതിരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പകരം ഇപ്പോൾ ആരൊക്കെയോ എവിടേക്കോ പോണ കാര്യങ്ങൾ വന്നോട്ടെ. ചാനലുകൾ കൂടുതൽ വരുന്നത് നല്ലതാണ്. അവരുടെ ടെക്നിക്കലും അവരുടെ ശക്തിയൊക്കെ കാണിക്കുന്നു. അതുകൊണ്ട് കഴിവുള്ളവരെ അവർ തിരഞ്ഞു പിടിച്ച് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള പാരിതോഷികം കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒന്ന് നല്ലത് വരുമ്പോൾ നമ്മൾ അതിൽ നല്ലതായി കാണാം. അല്ലാതെ ചില മലയാളീസിൽ കാണുന്ന ഈ വൃത്തികെട്ട സ്വഭാവം, അതായത് അസൂയ, അതായത് എന്തെങ്കിലും അവരെക്കുറിച്ച് ഗോസിപ്പ് നടത്തുക, എന്തിനാണ് ഇങ്ങനെയൊക്കെ പോണത്? മോശമല്ലേ ഇതൊക്കെ ഈ നമ്മുടെ സംസ്കാരത്തിന് പറ്റിയല്ല. ഇതിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനിയും ഈ പണ്ടത്തെ ഈ മോശമായ പ്രവണതകൾ കൊണ്ട് നടക്കരുത്. ചാനലുകാരൻ നല്ല രീതിയിൽ നടത്തിച്ചാൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. സ്വാഭാവികമായി കുറേ തരിയുടെയൊക്കെ ചേർന്നെങ്കിലേ റീച്ച് കിട്ടുന്നുള്ളൂ എന്ന് ചിലർ ധരിക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം.
പക്ഷെ എങ്കിലും ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തണം. സംസാരിക്കുന്നതിനും ആരൊക്കെ എവിടെയൊക്കെ പോകണോ, അവ എന്തിനു പോകണു, എന്താണ് അതിൻ്റെ ഗൂഢോദ്ദേശം ഒന്നും പറയണം. ചാനൽ ആദ്യമേ അങ്ങ് ശപിക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നാകില്ല, അത് ക്ലച്ച് പിടിക്കില്ല. ഈ ക്ലച്ച് പിടിക്കാൻ നന്നാകില്ല. അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, പ്രേക്ഷകരാണ്. അവർക്കാണ് ആര് നല്ല രീതി. ഇപ്പോൾ ഓരോരോ ഞാൻ ആരുടെയും പേര് പറഞ്ഞാൽ പിന്നെ അതിന് എനിക്ക് കേസിൻ മക്കാണത്തിന് എന്നെ കൊണ്ട് പോകാൻ പറ്റിയില്ല. സുഹൃത്തുക്കളെ, പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോടും ഈ സോഷ്യൽ മീഡിയ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോയി പെടാതിരിക്കുക. ആരെങ്കിലും എവിടെ പോയി നന്നാകുന്നുണ്ടെങ്കിൽ നല്ലത്. അവരുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ അവർ സാധിച്ചെങ്കിൽ അവരെ വെറുതെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോകണമല്ല, അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ചാനലിൽ കൂടുതൽ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അവിടെ പ്രഗത്ഭരായ വ്യക്തികളെ അവർ എടുക്കും. അതൊരു ലോകനീതിയാണ്. ഇതിപ്പോൾ ഏത് കമ്പനികളിൽ എത്രയോ ചെയർമാൻമാർ, എത്രയോ കമ്പനി മാഗ്നറ്റ്സ് അങ്ങോട്ടും ചാടും. എന്തിനു വേണ്ട? എന്നുവെച്ചാൽ ഈർക്കിലി പാർട്ടിയിൽ നിന്ന് ഈർക്കിലി പാർട്ടികൾ എന്തോന്ന് ഇതെല്ലാം ഇതൊന്നും ഉണ്ടാകേണ്ട ഒരു ഇതല്ലേ. നമ്മളും പലർന്നൊക്കെ ചാടി വന്നതെന്ന് ഓർക്കണം. ചിലരൊന്നും ഇത്രത്തെ ചാനൽ ഈ കമൻസിലൊക്കെ കാണാം, ഓരോരുത്തരുടെ കണക്ക് കൊടുത്തിട്ട് എത്ര ചാനലിൽ വർക്ക് ചെയ്ത്, എന്താണ് അവരുടെ ഹിസ്റ്ററി, എവറിത്തിങ് ഇങ്ങനെ അങ്ങോട്ട്. ഇപ്പോൾ ഇവർക്ക് ഇതേ ഉള്ളൂ, ഒന്ന് നിർത്തിക്കുള്ളൂ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൾക്കാരോട് പറയണോ, ദയവ് ചെയ്ത് നിർത്തുക. നിങ്ങൾക്ക് എന്തോ ഒത്തിരി പണികളില്ല, നല്ല നല്ല വാർത്തകളില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുക, നല്ല രീതിയിൽ കൊടുക്കുക. അല്ലാതെ ചുമ്മാ ഒരു ക്യാമറയും കൊണ്ടുവച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഈ സമയത്ത് എന്തിനാണ് വെറുതെ കളയുന്നത്? അതുകൊണ്ട് അവരുത്തോട്ടെ, പുതിയ TV, പുതിയ പ്രക്ഷേപണം നല്ലതാണ്. അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ ഇതൊക്കെ നമുക്ക് കരിയർക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മളൊരു ലോക നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറണം. അത് മാറ്റണമെങ്കിൽ തൻ്റെ ഇടവും കഴിവും ഉള്ള ആൾക്കാരെ അതിൻ്റെ അതിൻ്റെ ഓണേഴ്സ് കണ്ടെത്തും. ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളവരുണ്ട്, അതിൽ കാട്ടിക്കൂട്ടി എന്തോരൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു ആക്ഷനും ഫോട്ടോസും എല്ലാം നമ്മളിപ്പോൾ കാണുന്നതല്ലേ. അപ്പോൾ അവരുടെ പിന്നാലെ അതിൻ്റെ കഥ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഥ എന്ന് വെച്ചാൽ കഴിയുന്നതും അവിടെ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ എംപ്ലോയീസ് ഉണ്ട്, ആ കമ്പനി വളരണം, അവർക്ക് ശമ്പളം കിട്ടണം, കുറച്ച് കുടുംബങ്ങൾ അതിൽ ജീവിക്കുന്നതല്ല, അതിനെ തട്ടി തകർക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ ചെറുപ്പക്കാരാണോ മന്ത്രി വരണം. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ വോട്ട് ചെയ്യാൻ പോണ ഒരു അഡ്വാൻസ് ആയിട്ട് എനിക്ക് ഉള്ളൊരു ഉദ്ദേശം, എനിക്ക് പറയാനുള്ള ഒരൊറ്റ റിക്വസ്റ്റ്, ഹൂ ഈസ് ഹൂ, ആരാണെന്നുള്ളത് തിരഞ്ഞ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് വോട്ട് ചെയ്താൽ കൊള്ളാം. ഇപ്പോൾ ഒരുപാട് ഇനിയിപ്പോൾ വാർത്തകളെല്ലാം നിറഞ്ഞിരിക്കുന്ന കുറേ കാണാൻ കൊള്ളാതെ ഒരു ചില മുഖങ്ങളെ കണ്ടത് അന്ന് പോക്കാം. ഞാൻ പല എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഐശ്വര്യമായ മുഖങ്ങളൊന്നും കാണാനില്ല. ആരെയും കൊണ്ട് അവർക്ക് എവിടേക്കാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ ചാനലുകാർക്ക് ഇപ്പം തന്നെ നല്ല ഇതുണ്ടല്ലോ, മറുകണ്ഠം ചാടാൻ പോണ, ആരുടെ സീറ്റ് നിഷേധിച്ചു, മറ്റൊരു പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ സാധാരണ ഒരു ഡൂക്ക് വാർത്തകളാണ്. അതിന് പഞ്ഞമില്ല. അതാണിപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ അതിലേക്കിട്ട് പോവുക. ഏതെങ്കിലും പുതിയ ചാനൽ തുടങ്ങി അവരെ സ്വാഗതം ചെയ്യുക, അവർക്ക് വേണ്ട നല്ല പ്രചോദനം കൊടുക്കുക. അവർ മലയാളീസാണ്. ഇത്രയും കഴിവ് ഉള്ള ആൾക്കാർ ഈ നമ്മുടെ മലയാളം ദൃശ്യം മീഡിയകളിൽ വർക്ക് ചെയ്യുന്നു. അത് നമ്മൾ സന്തോഷിക്കണം. ആര് നമ്മളോടൊപ്പം ഉണ്ട്, അവർക്ക് നല്ലൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അവർ പൊക്കോട്ടെ. ഞങ്ങൾ ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാർ അവർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ വീണ്ടും മുകളിൽ ഇനിയും നിങ്ങൾ മുകളിലോട്ട് തന്നെ പോകണം. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കണം. അത് കണ്ട് മറ്റുള്ളവർക്കും സന്തോഷമാകത്തേ ഉള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.